ആളുടെ കൈ മുണ്ടിന്റെ ഇടയിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് താഴത്തോട്ട് നോക്കാൻ പേടിയാണ്. പെട്ടെന്ന് ആള് മാസ്റ്റർബേഷൻ ചെയ്യുകയായിരുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. വണ്ടിയിലിരിക്കുക രണ്ടുപേരും. അപ്പൊ അവന്റെ കൈ ഒരു വശമല്ലാത്ത രീതിയിൽ അവളുടെ ബോഡിയിൽ ടച്ച് ചെയ്തു. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന് അവരോട് ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പ്രസവിച്ചില്ല, എനിക്ക് അവരുടെ ഒന്നും അമ്മയാകാനുള്ള പ്രായമില്ല എങ്കിൽ പോലും അവരെൻ്റെ മക്കളാണ്. നീയൊക്കെ ആർട്ട് സെലിബ്രിറ്റികളുടെ വിയർപ്പൊക്കെ ജീവിക്കുന്നവരല്ലേ എന്നുള്ള ഒരു പ്രസ്താവന അത് എന്നെയും കൂടി ബാധിച്ചു. ഒരുപാട് ഫീൽഡുകളിൽ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സന്ദർഭങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്ത ഒരു അവസരം മേടിക്കേണ്ട ഒരു ഗതികേട് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കായാലും വരുന്നുണ്ട്. അപ്പോൾ അതൊരു കഴിവിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഴിവുള്ള ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കഴിവില്ലാത്ത ആൾക്കാർ അകത്തേക്ക് കയറുമ്പോൾ ആ ഒരു മേഖലയുടെ നഷ്ടമല്ലേ അപ്പൊ അവർ സംഭവിക്കണേ? നല്ല ആളുകളെ നഷ്ടപ്പെടും. ഒരുപാട് അബ്യൂസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ പറഞ്ഞ് സമ്മതിക്കാൻ പറ്റത്തില്ല. അത് ഇപ്പം പലയിടങ്ങളിലും ഒരു 2 ക്യാരക്ടർ ചെയ്യാനായിട്ട് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യുവാണെന്ന് വെച്ചോ. ഈ 2 പേരിനകത്ത് ഈ 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് അവർക്ക് ഒരാളെ മതി. 2 പേരെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ഒരാൾ എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആയിരിക്കും, ഒരാൾ അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം അവിടെ ഇവർ ഓപ്ഷൻ വെക്കും. സിനിമയാണെങ്കിലും എന്താണെങ്കിലും അവിടെ ഒരു ഓപ്ഷൻ വെക്കും. ആ ഓപ്ഷനിൽ പോകുന്നവരാണ്. ചിലപ്പം ഒരാൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ലായിരിക്കും, ചിലപ്പം ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ടാവും, ചിലർ മാറുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മുടെ ദാദാ സാഹിബില് അഭിനയിച്ച പേര് മറന്നു, ആതിരയാണോ ദാദാ സാഹിബില് ഉണ്ടായിരുന്നേ? മമ്മൂട്ടിയുടെ ദാദാ സാഹിബിലൊക്കെ അതിനകത്ത്. അപ്പൊ അവര് കുറേ വർഷങ്ങൾക്ക്, അവർ 2 വർഷമേ സിനിമയിൽ നിന്നിട്ടുള്ളൂ. കരിമാടിക്കുട്ടലിലൊക്കെ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് അവരൊരു ഇന്റർവ്യൂ ചെയ്തു. അവരൊരു വലിയൊരു കേറ്ററിംഗ് സർവീസിന്റെ ഓണറാണ്. സുനിലായി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഫാമിലിയുടെ സിസ്റ്ററാണ്. അപ്പൊ അവര് ഈ അടുത്ത് ഇന്നലെയാണ് ഞാൻ ആ ഇന്റർവ്യൂ കണ്ടത്. അവരോട് പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ത് ഇങ്ങനെ നമുക്ക് അവരുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന് അവരോട് ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് അന്നത്തെ കാലത്ത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതിവിടെ നിലനിൽക്കുന്നുണ്ട്, ആരും പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നഗ്ന സത്യം. പിന്നെ എല്ലാരും വിചാരിക്കും ഇതിന്റെയൊക്കെ പുറകെ പോയിട്ട് ഒരു വാർത്ത ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് അത് കഴിഞ്ഞ പ്രത്യേകിച്ച് ഗുണങ്ങളോ ഇല്ല. നീതി എവിടെ കിട്ടുന്നത്? ഇതിങ്ങനെ ചർച്ച ചെയ്ത് കുറച്ച് നാൾ യൂട്യൂബിലുണ്ടാവും, കുറച്ച് നാൾ ഗൂഗിളിലുണ്ടാവും, കുറച്ച് നാൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും, കുറച്ച് നാൾ ഫേസ്ബുക്കിലുണ്ടാവും. ഇത് എവിടെയെങ്കിലുമൊക്കെ സമയം ആവുമ്പോഴായിരിക്കും ഇതൊക്കെ പിന്നെയും പൊടിതട്ടി എടുക്കുന്നത്. ഈ പൊടിതട്ടി കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവരൊരു നല്ല ഫാമിലി ലൈഫ് ജീവിക്കുന്നുണ്ടാവും. യുനോ ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ച് അവർ സെറ്റിലായപ്പോഴായിരിക്കും കറങ്ങി തിരിഞ്ഞത്. ഇന്ന ആളിനോട് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടത്തെ ന്യൂസ് കയറി വരുന്നു. അപ്പൊ അതൊക്കെ ഓർക്കുന്നത് കൊണ്ട് പലരും മിണ്ടാണ്ടിരിക്കും, പേടിച്ചിട്ട്. അതെ, പേടിയാണ്. വീട്ടില് ഈ ഒരു പ്രശ്നം കൊണ്ട് ഫാമിലിക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ നാളെ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വരുന്ന, അല്ലെങ്കിൽ പിന്നെ ഗട്ട്സ് ഉണ്ടായിരിക്കണം, തുറന്ന് സംസാരിക്കാനുള്ള ഗട്ട്സ് ഉണ്ടായിരിക്കണം. അതില്ലാത്തതാണ് ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം. ഞാൻ എപ്പോഴും പറയാറുള്ളവരാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അത് ഇന്ന് വരെയായിട്ടും അതിനൊരു മാറ്റം വരില്ല. കാരണം ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു കുട്ടിയാണ്, ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവളെ ഒരു സുഹൃത്ത് പിന്നെ ഡ്രോപ്പ് ചെയ്യുവാണ്, ഒരു സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്, പകല് ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പം മഴ വന്നപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി കയറ്റി നിർത്തിയപ്പോൾ വണ്ടിയിലിരിക്കുക 2 പേരും. അപ്പൊ അവന്റെ കൈ ഒരു വശമല്ലാത്ത രീതിയിൽ അവളുടെ ബോഡിയിൽ ടച്ച് ചെയ്തു. അവൾക്കത് ഭയങ്കര ഷോക്കായി. അവൾ അപ്പം തന്നെ പറഞ്ഞു, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്ന് അവൾ അപ്പം തന്നെ അത് പറഞ്ഞു.
പറയാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം ആ പറയാൻ പറ്റാതിരിക്കുന്ന ഷോക്കായി അത് പിന്നെ അതങ്ങോട്ട് ഇളവായി പോവും. മനസ്സിലായ? നമ്മൾ വളം വെച്ച് കൊടുക്കുന്നതിനൊരു ഒരു ഇതായി സത്യത്തിൽ നമ്മൾ പേടിച്ചിട്ടും അല്ലെങ്കിൽ അയാളോടുള്ള സ്നേഹം അല്ലെങ്കിൽ അയാളോടുള്ള ഇഷ്ടം നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമല്ലോ. അവനൊരു പൊട്ടത്തരം കാണിച്ചു, നമ്മൾ ഇനി അതിനെ കാണണ്ട എന്നുള്ള രീതിയിൽ മിണ്ടാണ്ടിരിക്കുക. പക്ഷെ ഈ മിണ്ടാണ്ടിരിക്കുന്നത് പലപ്പോഴും അവർക്കൊരു വളമായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുക, അയ്യോ അതെയോ അങ്ങനെ സംഭവിച്ചോ? അപ്പൊ ഞാൻ ചോദിക്കുന്നു, നിനക്കൊരു ഒറ്റ അടി കൊടുത്തൂടെ? ആ സമയത്തെ നമുക്ക് കൊടുക്കാം. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പാട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ആ സാറിന്റെ വീട്ടില് ഞാനും ആ സാറും മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരാൾ ഇരിപ്പുണ്ട് അവിടെ. അത് അങ്ങ് ഇച്ചിരി ദൂരെ ആയിട്ടാ. ആള് ഇത്ര ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, മോളെ ഫീൽ ചെയ്ത് പാട്, മോളെ ഫീൽ ചെയ്ത് പാടെന്ന് പറഞ്ഞു. അപ്പം ആള് മുണ്ടാണ് കൊടുത്തിരിക്കുന്നത്, ഹാർമോണിയം സൈഡിലുണ്ട്. ഹാർമോണിയം വെച്ച് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആളുടെ കൈ മുണ്ടിന്റെ ഇടയിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് താഴ്ത്തോട്ട് നോക്കാൻ പേടിയാണ്. കാരണം അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും അടുത്തത് സംഭവിക്കാന്ന് ഓർത്തിട്ടൊരു പേടി. അന്ന് ഞാൻ 10ലോ അങ്ങനെ എന്തോ പഠിക്കുകയാണ്. പെട്ടെന്ന് ആള് മാസ്റ്റർബേഷൻ ചെയ്യുകയായിരുന്നു. ഞാൻ നോക്കിയില്ല. നോക്കിയിട്ട് ഞാൻ അന്ന് എനിക്ക് അവിടെ നിൽക്കുന്ന ആളോട് പറഞ്ഞാൽ മതി ആളിങ്ങനെ ചെയ്യുന്നുണ്ട്. സംഭവം നമ്മൾ ഫ്രീസായി പോവും. എന്താ ചെയ്യേണ്ടത്, എന്താ ഒരടി കൊടുക്കണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ബുക്ക് ഞാൻ അങ്ങനെ വെച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങി പോരുക ചെയ്തത്. എനിക്ക് ഇന്നും അറിയില്ല. ഇന്നാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചിലപ്പം ഒരടിയോ അല്ലെങ്കിൽ ചീത്തയോ പറഞ്ഞെന്നിരിക്കും. അന്നേരം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിന്നീട് എന്നെ പാട്ടിന് വിടില്ല. അതായത് ആളുടെ അടുത്തൊന്നല്ല, വേറെ എവിടെയും വിടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ലോക്കായി പോകുമെന്നുള്ളൊരു പേടി കൊണ്ടിട്ട് വീട്ടിലും പറയില്ല, ഒരിടത്തും പറയില്ല. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഒരുപാട് പെൺകുട്ടികൾക്ക് നേരിട്ടിട്ടുണ്ട്. കറക്റ്റ്. അപ്പൊ അവള് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര ഒരു ഷോക്കായി. അതേ ആള് തന്നെ അവള് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രിയിൽ അവള് കുറെ സംഭവങ്ങൾ നമ്മളത് പറയുമ്പോൾ പിന്നെ അത് പലർക്കും അത് ഇറിറ്റേറ്റഡ് ആവും. വേണ്ട, അത് നമ്മളിനി അത് പറഞ്ഞത് ഇതാക്കണ്ട. സത്യത്തിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യരെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശീലിക്കുക എന്നുള്ളതാണ്. അതൊരു ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ലൈംഗിക ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ എന്താ അതിന് പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഇത് സമാന ചിന്താഗതികൾ ആണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം. ഈ ആൺപിള്ളേരുടെ ഗ്യാങ് കൂടിയിരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി, നിനക്ക് 4-5 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോടാ, അതിലൊരെണ്ണത്തിന് നിനക്ക് ടൂൺ ചെയ്തൂടെ എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. നമുക്കിപ്പോൾ കുറേ ബോയ്സ് ഗ്യാങ്ങുകളുണ്ടെന്ന് വെച്ചോ, ഒരു 5-6 ബോയ്സ് അടങ്ങുന്ന ഒരു ഗ്യാങ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരുത്തൻ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അവന്റെ മൈൻഡിൽ അത് ഉണ്ടാകും, നമ്മളത് തിരിച്ചറിയില്ല. അതിലൊരുത്തൻ നമ്മളെ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് അവന്റെ കണ്ണുകൾ കൊണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ബിക്കോസ് നമ്മളെപ്പോഴും നമ്മൾ ഓപ്പൺ മൈൻഡിൽ നമ്മൾ ഫ്രണ്ടാണ് എന്നുള്ളത്. പക്ഷെ അതിലൊരുത്തൻ എപ്പോഴെങ്കിലും നമ്മൾ അബ്യൂസ് ചെയ്യും. തീർച്ചയായിട്ടും കൂടെ നിന്ന് ആളുകൾ ചതിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പോഴും ഞാൻ ചിത്രയിലേക്ക് ഇന്റർവ്യൂവിന് വരുന്നതിന് തൊട്ട് മുമ്പും ഒരു വാർത്ത കേട്ടിട്ട് ഞാൻ ആകെ അപ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്സെറ്റ് ആകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്സെറ്റ് എന്ന് പറയുന്നത് 1, 2, 3 അത് കഴിയും. എങ്ങനെ പറഞ്ഞു, അവൻ്റെ ഗതികേട്, അവൻ്റെ അവസ്ഥ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം പലരും ഇപ്പം വിചാരിക്കും ഞാൻ ഭയങ്കര സാഡായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, എപ്പോഴും ഡിപ്രഷൻ അടിച്ച് ജീവിക്കുന്നത്. ഒരിക്കലും എന്റെ സ്റ്റാറ്റസും എന്റെ പേഴ്സണൽ ലൈഫും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എന്റെ സ്റ്റാറ്റസുകൾ ഞാൻ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന അയൽ ലേഡി, നിങ്ങൾ അയൽ ലേഡി എന്ന് വിശേഷിപ്പിക്കുന്ന രഞ്ജിമാർ ഇത് ഫേസ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ അയൽ ലേഡിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പോയിന്റ് ആയിരിക്കണം എന്നുള്ളൊരു ഉപദേശമാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ സ്റ്റാറ്റസിലൂടെ. അതെൻ്റെ ലൈഫാണെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ എനിക്കറിയാം. ഞാനത് പഠിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് കാണാപ്പാഠം
പഠിച്ചു പറയേണ്ട കാര്യമില്ല. ബിക്കോസ് അത്രത്തോളം എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലുണ്ട്. ചതിയും വഞ്ചനയും എല്ലാം ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത വ്യക്തികളിൽ നിന്നാണ് നമ്മളത് ഫേസ് ചെയ്യുന്നത്. അവിടെ എല്ലാം എനിക്ക് പില്ലറുകൾ എന്ന് പറയുന്നത് എൻ്റെ മക്കളാണ്, എൻ്റെ പെൺകുട്ടികൾ. അവളുമാര് ഇപ്പം ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് വിഹാനാണെങ്കിലും അവൻ വിളിച്ചിട്ടൊരു അമ്മ വിഷമിക്കരുത്, ഞാൻ പ്രസവിച്ചില്ല, എനിക്ക് അവരുടെ ഒന്നും അമ്മയാകാനുള്ള പ്രായമില്ല എങ്കിൽ പോലും അവരെൻ്റെ മക്കളാണ്, അവരെനിക്ക് തരുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ഇപ്പം സൂര്യയാണെന്നുണ്ടെങ്കിലും എന്തിനാ അമ്മ നിങ്ങൾക്ക് എന്താണ് ഞങ്ങളില്ല ഇവിടെ എന്ന് പറയുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഇപ്പൊ ഹരിണിയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ എന്ന് പറയുന്നത്. ഇപ്പൊ ദയ വിളിച്ചിട്ട് അമ്മ വിഷമിക്കല്ലേ, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ ഹണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും അമ്മ ഞാനിവിടെ ഉണ്ട്, എൻ്റെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ട് എന്ന് അമ്മ ഇങ്ങ് പോരെ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തരും ഈച്ച് ആൻഡ് എവരി വൺ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ട് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം വരെ നമ്മൾ മറ്റുള്ള ശക്തികൾക്ക് നമ്മളെ തളർത്താൻ കഴിയില്ല. എത്ര ചതിയും വഞ്ചനയും നമ്മളിലേക്ക് വന്നാലും നമ്മൾ അവിടെ നല്ല ഉയർത്തെഴുന്നേൽക്കും. ഈ ഒരു ജനറ്റിക്കലി ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കാത്തതിൽ ഒരു വിഷമം ഉള്ളിൽ തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. കുഞ്ഞിലേ ആയിരിക്കും അത് കുറച്ചുകൂടി അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു വിഷമമൊക്കെ. അത് ഇന്ന് ആലോചിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ അതെപ്പോഴും ആലോചിക്കും. കാരണം എൻ്റെ ചേച്ചി, എൻ്റെ അമ്മ കുറേ വർഷം കുട്ടികളില്ലാതിരുന്നിട്ട് പ്രസവിച്ചതാണ് ചേച്ചീനെ. അപ്പൊ അതിൻ്റെ പേരിലാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഫാമിലിനെ ആരും എനിക്ക് അറിയത്തില്ല, ആരാന്ന് പോലും അറിയത്തില്ല. ഇപ്പൊ കൊല്ലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ നിന്ന് ഒരുമിച്ച് നിന്നാൽ പോലും എനിക്ക് അറിയില്ല അവരാരാണെന്ന്. എനിക്ക് അവർക്ക് അറിയാതിരിക്കാം, പക്ഷെ എനിക്ക് ഒരാളെ പോലും, എൻ്റെ അച്ഛൻ്റെ ഫാമിലിയുള്ള ഒരാളെ പോലും അങ്ങനെ എനിക്ക് ബന്ധുബലം വളരെ കുറവാണ്. എനിക്ക് അമ്മയുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. അമ്മയുടെ അനിയത്തി ശാരദ കുഞ്ഞമ്മ, മാധവിയമ്മ, അങ്ങനെ ഉള്ള കുറച്ച് അമ്മമാരും അവരുടെ ഫാമിലീസ് മാത്രമേ എനിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എൻ്റെ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ പെറ്റ്സാണ്. എൻ്റെ ചേച്ചി ജനിച്ചു, പിന്നെ ഒരു ചേട്ടൻ ജനിച്ചു, പിന്നൊരു ചേട്ടൻ ജനിച്ചു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഞാനൊരു പെണ്ണാകണമെന്നായിരുന്നു, ഒരു കുഞ്ഞാകണം, ഒരു പെൺകുഞ്ഞ് എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ജനിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ശാരീരികമായിട്ട് മെയിലായിട്ട് ജനിച്ചെങ്കിലും ഞാൻ മാനസികമായിട്ട് സ്ത്രീയായിട്ട് തന്നെയാണ് വളർന്നത്. 5 വയസ്സ് മുതലേ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പെണ്ണാണ്, ചേച്ചിക്കുള്ള വസ്ത്രം. അമ്മ ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അമ്മ ചേച്ചിയുടെ ഉടുപ്പെടുത്തിട്ട് തരും, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് തരും. അതൊന്നും വലിയ വിഷയമേ അല്ലായിരുന്നു എൻ്റെ വീട്ടില്. എൻ്റെ ചേച്ചി ആദ്യമായിട്ട് പീരീഡ്സ് ആകുന്ന സമയത്ത് അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ആഘോഷമാണ് എൻ്റെ നാട്ടില്. അപ്പം 7 ദിവസവും വീട്ടിനകത്തിരുത്തി സൂര്യനെ കാണാതെ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പുറത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് വസ്ത്രങ്ങൾ ധരിച്ച് അകത്തിരുത്തും. കുറേ പലഹാരങ്ങൾ ബന്ധുമിത്രാദികളെല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. അപ്പം ആ മുറിയിലേക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പക്ഷെ ആ മുറിയിൽ കയറുന്നത് ഞാനായിരുന്നു. ഫുൾ ടൈം ചേച്ചിയുടെ കൂടെ ഞാനാ. ചേച്ചിക്ക് കൊണ്ടുവരുന്ന നെയ്യപ്പം തീറ്റി ഫുള്ള് ഞാനാ. ചേച്ചി 7 ദിവസം കഴിഞ്ഞ് ഗുണ്ടുമണിയായി എഴുന്നേറ്റ്, അപ്പം ഞാനും ഗുണ്ടുമണിയായിട്ട് എഴുന്നേറ്റ്. ചേച്ചി 7-ന്റെ അന്ന് പന്തലൊക്കെ കെട്ടിയ ഒരു കുട്ടിക്കല്യാണമാണത്, തെരണ്ടുകുളി കല്യാണം എന്ന് പറയും. അപ്പൊ 7 ദിവസം കഴിഞ്ഞ് മുറ്റത്ത് പന്തലിട്ട് ചേച്ചീനെ കുളിപ്പിച്ച് പട്ടുപാടയും ബ്ലൗസും ഒക്കെ ഇടിച്ച് ബന്ധുക്കളെല്ലാം കൊണ്ടുവന്ന് സ്വർണ്ണമൊക്കെ കൊടുക്കും, മോതിരം, മാല, അങ്ങനെയെല്ലാം കൊടുക്കുന്ന സമയത്ത് ഞാനവിടെ കിടന്ന് അലാറുവാ. എന്നെയും കുളിപ്പിച്ച് പട്ടുപാടയും ബ്ലൗസും ഇടും. ഞാനും എന്താ സംഭവം എന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, പക്ഷെ എനിക്കും അങ്ങനെ ഇരിക്കണം. അവസാനം ആരുടെ ഒരു ഉടുപ്പും പാവാട എടുത്ത് എന്നെ ഇടിച്ച് ഞാനും ചേച്ചിയുടെ തൊട്ടിപ്പുറത്ത് ഞാനും ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ എനിക്കും കൊണ്ടുതരും സമ്മാനങ്ങൾ, എനിക്ക് സമ്മാനമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഉള്ള ഒരു ലൈഫായിരുന്നു എൻ്റേത്. അപ്പം ചേച്ചി ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ നിന്ന് പറിച്ചു മാറ്റല്ലേ എന്ന് ഞാൻ ദൈവത്തോട് കെഞ്ചിയ ഒരേ ഒരാളെൻ്റെ ചേച്ചിയാണ്. കാരണം അത്രയ്ക്ക് ബോണ്ടായിരുന്നു എനിക്ക് ചേച്ചിയുടെ കൂടെ. ചേച്ചീനെ അമ്മ ഒരു വഴക്ക് പറഞ്ഞു ഞാൻ അമ്മയുടെ കൂടെ കുറേ നാൾ മിണ്ടാണ്ടിരിക്കും. അമ്മേനെ ഞാൻ വഴക്ക് പറയും, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഞങ്ങളുടെ ബോണ്ട് ഇല്ലാണ്ടായി. എൻ്റെ ഒരു 18 ചേഞ്ച് വന്നോണ്ടല്ലോ. എൻ്റെ ഒരു 18-ാമത്തെ വയസ്സ് ഞാൻ വീട് വിട്ടിറങ്ങി, എൻ്റെ ലോകം വേറെയായി.
ആ വീട് വിട്ട് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അതെന്റെ വീട്ടിൽ എൻ്റെ ബ്രദറുമായിട്ടുണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ബ്രദർ എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ച് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു. അമ്മ ജോലിക്ക്, അമ്മ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിയാണ്. അപ്പൊ അമ്മയുടെ ജോലി സ്ഥലത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കവറിൽ കുറച്ച് ഉടുപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ ഗേറ്റിനകത്താണ്, ഞാൻ ഗേറ്റിന് പുറത്തും. അമ്മയ്ക്ക് എന്നെ തടയാനും പറ്റുന്നില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ പോവുക, ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓപ്പോസിറ്റ്, അമ്മ ഇങ്ങനെ ഗേറ്റിൽ നിൽക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പാണ്. അവിടെ ചെന്ന് ബസ് കാത്തുനിന്ന് അമ്മ ഇങ്ങനെ ഗേറ്റിൽ ഇങ്ങനെ നോക്കി നിൽക്കുക, ഞാൻ ബസ് കയറി പോകുന്നത്. ഞാൻ എങ്ങോട്ട് പോയി എന്ത് പോയി ഒന്നും അമ്മയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ കൊല്ലത്തേക്ക് പോയി. കൊല്ലം ടൗണിലേക്കാണ് പോകുന്നത്. പോയിട്ടൊരു വീട്ടിൽ പോയി ജോലിക്ക് നിന്നു. ഒരു വീട്ടില് ജോലിക്ക് നിന്നു. ആ വീട്ടിൽ ചോറും കറിയും വെച്ച് കൊടുക്കും, അടിച്ചു വാരും തുടയ്ക്കും. പെണ്ണല്ലേ, ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. തോർത്തെടുത്ത മുടിയൊക്കെ ഇങ്ങനെ വട്ടക്കെട്ട് പോലെ കെട്ടിയിട്ട് പാത്രം കഴുകും, അടിച്ചു വാരും, തുണി അലക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്ത്രീ അങ്ങോട്ട് ഉണരുകയാണ്. ഞാൻ പെണ്ണാണ്. ഇങ്ങനെ മുണ്ടൊക്കെ എടുത്ത് ഇവിടെ കുത്തി അവിടുത്തെ കുട്ടികളെ കുളിപ്പിച്ചു. അവിടുത്തെ ഒരു ആളായിട്ട് ഞാൻ നിൽക്കുവാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നതും. പിന്നെ എറണാകുളത്തേക്ക്, പിന്നെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി. പിന്നെ വീടുമായിട്ട് ഉള്ള ഇതായി. പിന്നെ ജോലിക്ക് പോകും. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്. അങ്ങനെ എറണാകുളത്തേക്ക് വരുമ്പോൾ വന്നു. പിന്നെ ചേച്ചിയായിട്ടുള്ള ഒരു കണക്ഷൻ കുറേ അങ്ങ് ഡിസ്റ്റൻസ് വന്നു. ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ചേച്ചിക്ക് മക്കളും ഒക്കെ ആയി. ഞാൻ വല്ലപ്പോഴും കൂടി പോകുമ്പോൾ കാണും എന്നുള്ളതല്ലാണ്ട് ഒരു എനിക്കൊരു സങ്കടം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി മരിക്കുന്നതിൻ്റെ ദിവസം ഞാൻ വീട്ടിലുണ്ട്. അപ്പം ഞാൻ വെളുപ്പിനെ എറണാകുളത്തേക്ക് പോരാനായിട്ട് നിൽക്കുമ്പോൾ ചേച്ചിക്ക് ന്യൂമോണിയ കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാണ്. ചേച്ചി നടന്നാണ് കാറിൽ കയറുന്നത്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ വരണ്ട, നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നടന്നു പോയ ആളാണ്. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഓക്കെ, ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല, കിടക്കുവാണല്ലോ, എന്നാൽ വീട്ടിൽ പോകാം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നമുക്ക് എറണാകുളത്ത് കൊണ്ടുപോകാമെന്ന്. 2 ദിവസം മുമ്പ് ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ നമുക്ക് ചേച്ചീനെ അങ്ങ് എറണാകുളത്തേക്ക് കൊണ്ടുപോയി എൻ്റെ കൂടെ നിൽക്കാം നമുക്ക് ചേച്ചീനെ. എനിക്കത് ഇന്നും ഒരു വിഷമമായിട്ട് ഉണ്ട്, ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. എനിക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ വന്നിട്ടും എൻ്റെ ചേച്ചീനെ കൊണ്ടുവന്ന് എനിക്ക് നിർത്തി ചേച്ചിക്ക് അത് ആസ്വദിപ്പിക്കാനുള്ളൊരവസ്ഥ എനിക്കുണ്ടായില്ലല്ലോ, ഒരു ഭാഗ്യമുണ്ടായില്ല. അപ്പം അച്ഛൻ്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആവുന്നതിന് മുമ്പായിരുന്നു അച്ഛൻ മരിച്ചത്. അതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ ചേച്ചി ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടും ചേച്ചി അറിയാം. ചേച്ചി എന്നോട് പറയും നീ ഭയങ്കര സുന്ദരിയായി എന്ന് എന്നോട് പറയും. അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ എവിടെയോ കിടന്ന് അടിക്കും. നീ സുന്ദരിയായി എന്ന് പറയുന്നത് എനിക്ക് അശരീരി പോലെ എപ്പോഴും എനിക്ക് കേൾക്കാൻ കഴിയും. എനിക്കൊരു വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ചേച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഒരു 10 ദിവസത്തെ ലീവ് കിട്ടിയ ചേച്ചിയുടെ 2 മക്കളും എൻ്റെ കൂടെയാണ്. അവര് നേരെ എറണാകുളത്തേക്ക് വരും. അപ്പൊ അതൊരു സന്തോഷം ഉണ്ട്. ഈ വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ ഈ മേക്കപ്പ് ഫീൽഡ് തിരഞ്ഞെടുക്കാനുണ്ടായിട്ടുള്ള ഒരു റീസൺ? ഞാൻ പറഞ്ഞല്ലോ, ആക്സിഡന്റലി വന്നതാണ്. ഗതികെട്ട് ഞാൻ വന്ന് ചാടിയ ഒരു ഫീൽഡാണ് മേക്കപ്പ് ഫീൽഡ്. ABCD എനിക്ക് അറിയത്തില്ലായിരുന്നു മേക്കപ്പ് എന്നാണ്. കുട്ടിക്കാലത്ത് തീപ്പെട്ടി ഉരച്ച് ഇങ്ങനെ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ വരയ്ക്കും, ഐബ്രോ വരയ്ക്കും. ഇതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്ന പാഠം. ആദ്യ പാഠം എന്ന് പറഞ്ഞ തീപ്പെട്ടിക്കോലാണ് എൻ്റെ ആദ്യത്തെ മേക്കപ്പ് ടൂൾ എന്ന് പറയുന്നത്. അങ്ങനെ നാട്ടില് എന്താ പറയാ, ഈ ഞങ്ങളുടെ നാട്ടില് ഉത്സവത്തിന് നാടകമൊക്കെ ഉണ്ടാവും അമ്പലങ്ങളിൽ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മെയിൻ പരിപാടി ഫ്രണ്ടിൽ പോയിരുന്ന നാടകം കാണുക എന്നുള്ളതല്ല, പുറകിപ്പോയി നാടകക്കാരെന്താ ചെയ്യുന്നതെന്ന് അറിയാമെന്നുള്ളതാണ്. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ അവർ നാടകക്കാർ മേക്കപ്പ് ചെയ്യുന്നിടത്ത് പോയിരിക്കും. അപ്പം അവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി, മഞ്ഞ, പച്ച, ചുമപ്പ്, വെള്ള, പിന്നെ അതിനകത്ത് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു കളർ പോലെ ആവുന്നു. അങ്ങനെ അതിങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവൂലേ? അങ്ങനെ ഞാനത് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇവർ ചെയ്യുന്ന ഇവർ പ്ലാവലക്കകത്താണ് ഇത് കൂട്ടുന്നത്. അപ്പം അതവിടെ ഒക്കെ ഉണ്ടാകും. അപ്പം ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ ആദ്യം പോയി ഇതെടുത്തോണ്ട് വന്ന് എൻ്റെ വീട്ടിൽ സൂക്ഷിക്കും. അങ്ങനെയാണ് എൻ്റെ മേക്കപ്പിൻ്റെ ഇത് ഞാനിങ്ങനെ തോണ്ടി മുഖത്തേക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവർ ചെയ്തതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു. കൊള്ളാലോ, അങ്ങനെ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ.
ആക്സിഡൻ്റലി ഞാനൊരു വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരിടത്ത് പോയി, ഞാൻ അവിടെ ഒരു സഹായമൊക്കെ ചെയ്തു കൊടുത്തതിൽ നിന്ന് പിന്നെ കയറി വന്നതാണ്. ഐ ഡോണ്ട് ഹാവ് ഗുരു ഇല്ല. ഇപ്പൊ ഒരുപാട് ശിഷ്യന്മാരുണ്ടല്ലേ, ഒരുപാട് ശിഷ്യകളുണ്ട്. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഗുരുസ്ഥാനത്ത് കാണുന്നത് അംബിക മാമിനെയാണ്. അംബികപ്പിള്ള ഡൽഹിയിൽ. അപ്പൊ എനിക്കൊരു ഗുരു വേണം എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു 5 days നടന്ന ഒരു വിൽസ് ഇന്ത്യ ഫാഷൻ വീക്കിന് ഡൽഹിയിൽ പോയി മാമിൻ്റെ കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്തു, വർക്കുകളെല്ലാം കണ്ടു പഠിച്ചു. അതാണ് എൻ്റെ ഒരു ഗുരുനാഥ എന്ന് പറയുന്നത്. ആ ഗുരുനാഥ എനിക്ക് തന്ന മേക്കപ്പ് ടൂൾസ് ഇന്നും നിധി പോലെ എൻ്റെ കയ്യിലുണ്ട്. 2006 തന്നതാണെന്ന് ഓർക്കണം. അപ്പൊ എത്ര വർഷമായിട്ട്? 18 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയ ആ ബ്രഷ്, മേക്കപ്പ് ബ്രഷ് ഇന്നും നിധി പോലെ എൻ്റെ കയ്യിലുണ്ട്. ഈ മേക്കപ്പ് ബോക്സിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് ഉള്ളത് എന്തെന്ന് രഞ്ജമ്മയുടെ ബോക്സിൽ? ഇപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്. അത് പ്രാഡയേക്കാൾ ലാബ്രറി ഉണ്ട്. ലാബ്രറി 15,000 രൂപയാണ് എൻ്റെ ഫൗണ്ടേഷൻ. അത് പല എല്ലാ സ്കിൻ ടോണിനും വേണ്ടേ? അതുണ്ട്. പിന്നെ സബ്യസാജിയുടെ ലിപ്സ്റ്റിക് ഉണ്ട്, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അതുണ്ട്. എത്രയുണ്ടാവും? ഐ തിങ്ക് 5,300 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഹാമറിന്റെ ഹൈലൈറ്റർ ഉണ്ട്, അത് എബോ ഒരു 11,000 വരും. ഹാമർ അതിപ്പോൾ ലോഞ്ച് ചെയ്തതേ ഉള്ളൂ ദുബായിൽ. ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഞാനത് എടുത്തു വാങ്ങിച്ചു. എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു പുതിയൊരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ഒന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. ഇപ്പോ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്താണോ ജാൻമണി ചേച്ചിയായിട്ട് ഉള്ള കൂട്ടും കാര്യങ്ങളൊക്കെ? ജാനു കേരളത്തിൽ വന്നതിന് ശേഷമുള്ള പരിചയമാണ്. 2010-11 അവള് വന്നപ്പോൾ മുതലുള്ള ഒരു റിലേഷനാണ്. ഇപ്പൊ ബിഗ് ബോസിലൊക്കെ പോയിട്ട് ഒരുപാട് എന്താ പറയാ, അതിന് മുമ്പ് ആളുകളൊക്കെ അറിയുമായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് അറിയായിരുന്നു ആള് പോകുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്? പിന്നെ അവൾ എന്നോട് മാത്രമേ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞടി എല്ലാവരുടെ അടുത്തും പറയണം, എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടേ എന്ന് പറഞ്ഞപ്പോ ഇല്ല, ഞാൻ പോകത്തില്ലോ എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും നിന്റെ അടുത്ത് പറയാം. അങ്ങനെ ഞങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ പോയി കുറേ നേരം ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ അവിടെ വന്നിട്ട് കുറേ ആൾക്കാർ എൻ്റെ ഫോട്ടോ എടുത്തപ്പം ഞാൻ അവളോട് പറഞ്ഞു, ആഫ്റ്റർ 3 months നീ ഇങ്ങനെ വരുമ്പോൾ നിനക്ക് ഒട്ടും റെസ്റ്റ് ഉണ്ടാവില്ല, നീ സെൽഫി കൊടുത്ത് മടുക്കും. അതുപോലെ ഇപ്പോൾ അവള് കൊടുക്കുന്നു. ഒത്തിരി സന്തോഷം. ഇപ്പോ അവിടെയാണെങ്കിലും അത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ടായിരുന്നു ജാൻമണി ചേച്ചി. ഇപ്പൊ അഖിൽമാരാരുടെ ഇഷ്യൂലാണെങ്കിലും ഒരു എന്താ ഒരു കമന്റിന്റെ കാര്യം, അതായത് അത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ എതിരെ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമായിരുന്നു. ആ കമന്റ് ഇപ്പോൾ ഡിലീറ്റഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കമന്റിൽ ഇങ്ങനെയായിരുന്നു, ആളുകളുടെ വേർപ്പൊപ്പുന്ന ഇപ്പൊ അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തിയുടെ പല പ്രസ്താവനകളും ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി കേൾക്കുന്ന ഒരാളാണ്. കാരണം അതിനകത്തുള്ള സ്ഫുടത, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുടെ പോയിന്റ് വ്യക്തമായിട്ടാണ് പുള്ളി അത് പറയുന്നത്. വാട്ടെവർ പുള്ളി പറഞ്ഞ പ്രസ്താവനകളൊന്നും ഞാൻ എതിർക്കുന്നില്ല, അതെല്ലാം അഖിലിന്റെ പ്രസ്താവനകൾ മാത്രമായിട്ട് നിലനിൽക്കുകയാണ്. എനിക്ക് ആകെ കൂടി സങ്കടം തോന്നിയത്, നീയൊക്കെ ആർട്ട് സെലിബ്രിറ്റികളുടെ വിയർപ്പൊപ്പി ജീവിക്കുന്നവരല്ലേ എന്നുള്ള ഒരു പ്രസ്താവന അത് എന്നെയും കൂടി ബാധിച്ചു. അതെനിക്ക് യോഗ്യതയില്ല, അതെനിക്കൊരു സങ്കടം പോലെ തോന്നി. ഞാൻ അഖിലിന്റെ പേഴ്സണൽ ഇൻബോക്സിൽ പോയിട്ട് ഞാൻ അഖിലിനോട് പറഞ്ഞു, ചേട്ടായി അത് മോശമായി പോയി, അങ്ങനെ പറയണ്ടായിരുന്നു. അഖിലിന്റെ പ്രസ്താവന എന്താണോ അത് പറഞ്ഞു, നോ പ്രോബ്ലം. ജാൻമണിയാണ് പറയുന്നെങ്കിൽ ജാൻമണിയെ പറയുക, ജാൻമണിയുടെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ജാൻമണിയുടെ തൊഴിലിനെയോ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ജാൻമണി എന്താണെന്നുള്ളത് പറയുക എന്നുള്ളതാണ്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു വാഗ്യുദ്ധം ആ രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. ഒരു കമ്മ്യൂണിറ്റിനെ മുഴുവൻ അതിനകത്തേക്ക് വരുത്തണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ച മേക്കപ്പ് ഫീൽഡിനെയാണ് കേട്ടോ, ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ല. അപ്പൊ ആ മേക്കപ്പ് ഫീൽഡിൽ ചെയ്യുന്ന എല്ലാവരും അതിനകത്ത് പ്രതികരിക്കേണ്ടി വന്നു. ഐ തിങ്ക് വികാസ് പ്രതികരിച്ചിട്ടുണ്ട്, സൂര്യ പ്രതികരിച്ചിട്ടുണ്ട്, അല്ല സീമ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ സൂര്യ അപ്പൊ എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ട്. എനിക്ക് എതിർപ്പ് അഖിലിന്റെ മറ്റുള്ള പ്രസ്താവനകളോടൊന്നുമല്ല.
കാസ്റ്റിംഗ് കൗച്ച് കാര്യങ്ങളൊക്കെ വാട്ടർ ഒരു സൈഡിൽ നടക്കുകയോ നടക്കാതിരിക്കുകയോ അതിനൊക്കെ തെളിവുകളുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിരത്തി വെച്ച് സംസാരിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നമുക്കൊരു പ്രസ്താവന ഇറക്കാനുണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഇയാൾ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ് അല്ലേ. പക്ഷെ അത് അഖിൽ ചെയ്യോ ചെയ്യാതിരിക്കുക. പക്ഷെ എനിക്ക് അഖിലിൻ്റെ പ്രസ്താവനകൾ അഖിൽ പറയുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത്. ഈ ഒരു കാര്യം മാത്രം യോജിക്കും. എനിക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമേ വിയോജിക്കൂ. അത് കഴിഞ്ഞതിന് ശേഷം ജാൻമണി ചേച്ചിയായിട്ട് സംസാരിച്ചോ, എത്രമാത്രം ഹേർട്ട് ആയിട്ടുണ്ടെന്നുള്ളതോ എങ്ങനെ? അവൾക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ കുറെ കാര്യങ്ങൾ എന്താ പറയാ, അവൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് പലപ്പോഴും പലതും അവൾക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു പ്രോബ്ലം അവള് ബിഗ് ബോസിലും അനുഭവിച്ചു.